ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാണ്. അതിനു മുമ്പ് അനിയെ കാണുന്നുണ്ട്. അനിയോട് യാത്ര പറഞ്ഞ് പിരിയുമ്പം ഇത്തിരി സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്ദുവിന്. അത് കഴിഞ്ഞ് നയനയെ കാണാനായിട്ട് അനന്തപുരിയിലേക്ക് വരുവാണ്. അങ്ങനെ വരുന്നതിന് മുമ്പേ നവ്യ അനാമികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവൾ പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നീ അവളെ കാണുമ്പം ഒരക്ഷരം ആവശ്യമില്ലാത്ത മിണ്ടി പോകരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് അനാമികയെ. ഇനിയിപ്പോൾ SI ആയിട്ടാണല്ലോ തിരിച്ചു വരുന്നത് എന്ന് ഓർക്കുമ്പോൾ അനാമികയ്ക്കും ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും അനന്തപുരിയിലേക്ക് വരുന്ന നന്ദുവിനെ ഒരുപാട് സന്തോഷത്തോടെ നയനയും മറ്റുള്ളവരും സ്വീകരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാനും ഇരുത്തുന്നുണ്ട്. അന്നേരം നവ്യ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ വലിയ പിണക്കമൊന്നും ഇല്ലാതെ വന്ന് ഡൈനിങ് ടേബിളിൽ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അന്നേരം ഇങ്ങനെ അത്ഭുതത്തോട് നോക്കുന്ന നന്ദുവിനോട് പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ നിന്നെ ഒരു ശത്രുവായിട്ടല്ലേ കണ്ടിരുന്നത്. ഏതായാലും ഇന്നിങ്ങനെ ഭക്ഷണം വിളമ്പി തരുന്നതോടുകൂടി ആ പിണക്കവും ശത്രുതയും ഒക്കെ അങ്ങ് മാറട്ടെ എന്ന് പറയുവാണ്. ഇതൊക്കെ കണ്ട് അനിയൊക്കെ കണ്ണും മേടിച്ചിരിപ്പുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. നയനയും ആദർശയും കൂടി ഓഫീസിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ കൊടുത്തു വിടുന്നുണ്ട് ഒരുപാട് സ്നേഹത്തോടെ. അപ്പം അങ്ങോട്ടങ്ങ് പോയി കഴിയുമ്പോൾ ആദർശ് ഫ്രണ്ടിൽ തിരിഞ്ഞങ്ങ് നടക്കുമല്ലോ. ആദർശ് കാണാതെ നയന ദേവയാനിക്ക് തിരിഞ്ഞു നിന്ന് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ദേവയാനി അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പല സമയത്തും അതിൻ്റെ ചെറിയ തുണ്ടും സൈഡും ഒക്കെ കാണുമ്പം ആദർശിന് സംശയമായി തുടങ്ങിയിട്ടുണ്ട്. ദേഷ്യത്തോടെ സംസാരിക്കുന്ന ദേവയാനി നയനെ അങ്ങ് പോകുമ്പോൾ സ്നേഹത്തോട് നോക്കിയും ഒക്കെ ചെയ്യുന്നത് ആദർശ് ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ആദർശ് ചിന്തിക്കുവാണ്, ഇവിടെ ആരെയാണ് കോമാളിയാക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണമെന്ന്. ഏതായാലും അതിൻ്റെ പുറകെ ആദർശ് ഇറങ്ങും. ഇനിയിപ്പം ഇത് കണ്ടുപിടിക്കുമ്പം വലിയൊരു വഴക്കിലേക്കാണോ പോകുന്നത് എന്നറിയില്ല. ഇത്